ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടി മോളെ, എടി അവിടെ പോവല്ലേ? എടി അയ്യോ അമ്മേ, അയ്യോ മുത്തശ്ശി, അയ്യോ അയ്യോ മുത്തശ്ശി, മോളെ. എന്റെ പപ്പ ദരിദ്രനായ മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോ അയാള് മനസ്സ് നിറഞ്ഞു ചിരിക്കുന്ന ചിരിയുണ്ടല്ലോ, അതിന് പകരം വെക്കാൻ ഈ ലോകത്തൊന്നുമില്ല. ദേ, അതിൽ കൂടുതൽ ഒരു നേട്ടവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പപ്പയ്ക്ക് തിരിച്ചു പോവാ. ബെഞ്ചമിൻ, ഇത് നിന്നെ തേടിയുള്ള എന്റെ അവസാനത്തെ വരവാണ്. ഏതായാലും നീ നിന്റെ അവസാനത്തെ വാക്ക് പറഞ്ഞു കഴിഞ്ഞല്ലോ. എനിക്ക് പറയാനുള്ളത് കൂടി ഞാനും പറയാം. ഇനി ഒരിക്കലും നീ അങ്ങോട്ട് വരണമെന്നില്ല, അതിനി ഏതവസ്ഥയിലായാലും. സാറേ, കുഴപ്പമൊന്നുമില്ലല്ലോ. കൊള്ളാടോ, അത്യാവശ്യം വന്നാലേ തനിക്ക് എന്റെ അപ്പനും ആവാം. ഇതങ്ങ് പൊളിച്ചു കളഞ്ഞിട്ടേ ഒരു സ്റ്റോർ റൂം പോലെ പണിയാമെന്നാ ഞാൻ പറഞ്ഞത്. അതാവുമ്പോ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവയ്ക്കുകയും ചെയ്യാം, മഴക്കാലത്ത് തുണി ഉണക്കുകയും ചെയ്യാം. എന്താ പത്മിനി? അത് നല്ലതെന്ന് തോന്നുന്നു അമ്മേ. ആ, നാളെ ആ കോൺട്രാക്ടർ സുധാകരനോടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാള് വന്നിട്ട് തീരുമാനിക്കാം. അവിടെ എന്താ ഇവളുമാരുടെ പരിപാടി? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മായിയമ്മയുടെ മരുമകളുടെ മുത്തശ്ശിയുടെ ഒത്തൊരുമ കാണുമ്പോ വയറ്റീന്നൊരു തീ വരുവാണല്ലോ ഈശ്വര.
ലാഭമാണ്. എന്തായാലും 3 എണ്ണം ഇതിലെയാ തിരിച്ചു വരുന്നത്. 3 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഇവിടെ നടയിൽ തല്ലി വീഴണേ എന്റെ ഈശ്വരാ. മുത്തശ്ശി എവിടെ എല്ലാരും? എന്തിനാ? ആ ഇന്നലെ രാധിക ചേച്ചി പെട്ടി തുറന്നപ്പോഴേ അതിൽ ഭയങ്കര രസമുള്ള ഒരു ആഭരണം കണ്ടു. ഞാനത് ചോദിച്ചാലോ? പിന്നെ നീ ഇപ്പൊ ചോദിച്ചാ അവര് തരും. നിനക്ക് അവൾ ആഭരണം തരാൻ പോവല്ലേ? അത് കുഴപ്പമില്ല മുത്തശ്ശി, ഞാൻ ബുദ്ധിയില്ലാത്ത കൊച്ചല്ലേ, ചേച്ചി തരൂന്നേ. ഓ എനിക്ക് തോന്നുന്നില്ല. ചേച്ചി ഇത് തന്നാലേ മുത്തശ്ശി കൊണ്ടുപോയി വിറ്റോ. നമുക്കേ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉള്ളപ്പോ വാങ്ങിക്കാലോ. അത് കൊള്ളാം. നീ അങ്ങ് കരഞ്ഞോളണം. ആഭരണപ്പെട്ടി തുറന്ന അതിന്ന് മാല കിട്ടാതെ നീ കരച്ചിൽ നിർത്താനേ പാടില്ല. ഇല്ല മുത്തശ്ശി, അത് ഞാൻ എന്തായാലും വാങ്ങിച്ചിരിക്കും. ദേ ചേച്ചി, ഞാനേ ഇപ്പൊ തന്നെ ചോദിക്കട്ടെ. എടി അവിടെ നിൽക്ക. എടി മോളെ, എടി അവിടെ നിൽക്ക, അവിടെ നിൽക്ക, പോവല്ലേ എടി. അയ്യോ അമ്മേ, അയ്യോ മുത്തശ്ശി, അയ്യോ അയ്യോ മുത്തശ്ശി, മോളെ, അയ്യോ എന്റെ നാട്, മോളെ, അയ്യോ എന്റെ നാട് വേദനിക്കുന്നു. എഴുന്നേക്ക്. അയ്യോ എനിക്ക് വേദനിക്കുന്നേ, എന്റെ നാട് പൊട്ടിന്നാ തോന്നുന്നു മുത്തശ്ശി. അയ്യോ എന്റെ വയറ് വേദനിക്കുന്നു മുത്തശ്ശി. അയ്യോ എഴുന്നേക്ക്. പതുക്കെ. എന്താ പറ്റി? എഴുന്നേക്ക് മോളെ, എഴുന്നേക്കടി മോളെ. അയ്യോ ഇതെന്താ വെളിച്ചെണ്ണയാണോ? ഇതാരാ ഇവിടെ ഒഴിച്ചത്? ആ എനിക്കറിഞ്ഞൂടാ. എന്റെ കൊച്ചിനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്തതായിരിക്കും. ദേ സുകുമാരിയമ്മേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞാനും അമ്മയും രാധയും കൂടി പോയിട്ട് ഇപ്പോഴില്ലേ ഇങ്ങോട്ട് വന്നത്? മുത്തശ്ശി, മോളെ എഴുന്നേക്ക് നീ. മുത്തശ്ശി, അവൾക്കെന്തോ പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. അയ്യോ മുത്തശ്ശി, എന്റെ വയറിന്റെ സൈഡെല്ലാം വേദനിക്കുന്നു. അയ്യോ അയ്യോ മോളെ, എന്റെ വയറ് വേദനിക്കുന്നു, എനിക്ക് ഒട്ടും വയ്യ. എന്താ ഇവിടെ? എന്ത് മോളെ? എന്താ? മോളെ പ്രിയങ്ക ഇവിടെ വീണോന്ന് അതിന്റെ കരച്ചില. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അയ്യോ അയ്യോ ആശുപത്രിയിൽ ഒന്നും പോവണ്ട, ഇതിപ്പം മാറിക്കോളൂ. എഴുന്നേക്ക്. എടി പ്രിയങ്കെ, എഴുന്നേക്ക് മോളെ.